Hi my dear students, once again welcome back to permutations and combinations. നമ്മൾ അതുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. നമ്മൾ ഈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ചില ഡിസ്കഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അതിനകത്ത് നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു. ഇപ്പോൾ 5 into 4 into 3 into 2 into 1 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും ഇങ്ങനെ എഴുതേണ്ട വന്നു. അപ്പോൾ നമ്മുടെ ഫ്ലാഗിൻ്റെ ഒക്കെ പ്രോബ്ലം ചെയ്ത സമയത്ത് 5 വേസിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. 5 പിന്നെ 4 വേസ് പിന്നെ 3 വേസ് 2 വേസ് 1 വേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതൊരു റെപ്രസെൻറ്റേഷൻ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില നൊട്ടേഷൻസ് ആണ് നമ്മൾ ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ ഇങ്ങനെ എഴുതുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ഉണ്ട്. ഇങ്ങനെ നമ്മൾ എഴുതാറുണ്ട്. ഇതിന് വിളിക്കുന്ന പേര് ഈ എക്സ്ക്ലമേറ്ററി മാർക്ക് പോലെയാണ് നമ്മൾ എഴുതുന്നത്. ഇതിന് വിളിക്കുന്ന പേര് ഫാക്ടോറിയൽ നൊട്ടേഷൻ എന്നാണ്. ഫാക്ടോറിയൽ നൊട്ടേഷൻ. ഫാക്ടോറിയൽ. അപ്പോൾ 5 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ അർത്ഥം 5 മുതൽ 1 വരെ എഴുതുക. 5 into 4 into 3 into 2 into 1. അല്ലെ തിരിച്ചെഴുതിയാലും ശരിയാണ്. 1 into 2 into 3 into 4 into 5. ഓക്കെ. അപ്പോൾ നമുക്ക് 10 ഫാക്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 1 into 2 into 3 into 4 into അങ്ങനെ ഇൻറ്റു ചെയ്ത് നമ്മൾ 10 വരെ മൾട്ടിപ്ലൈ തിരിച്ചെഴുതിയാലും സെയിം തന്നെ. അപ്പോൾ ഈ സിമ്പിൾ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്തോണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് ജനറലൈസ് ചെയ്യാം. n ഫാക്ടോറിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം 1 into 2 into 3 into 4 into ഇങ്ങനെ പോയി അവസാനം തൊട്ട് മുൻപത്തത് ലാസ്റ്റ് n ആയിരിക്കും. അതിന് മുമ്പത്തെ n-1 ആയിരിക്കും. ഇതിനു മുമ്പുള്ളത് n-2 ആയിരിക്കും അല്ലേ. ഇപ്പോൾ 10 ആണെങ്കിൽ 10ൽ നിന്ന് 1 കുറവ്, അപ്പോൾ 9 വരും. അതിന് തൊട്ട് മുമ്പത്തെ 9ൽ നിന്ന് 1 കുറയും, 8 വരും. അങ്ങനെ വരും. അപ്പോൾ ഇത് n ആണ് ലാസ്റ്റ് എങ്കിൽ n-1 തൊട്ട് മുമ്പിൽ വരും. പിന്നെ നമ്മൾ n വരും. ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് തിരിച്ചു എഴുതാമല്ലോ. n ഇൻറ്റു ഒന്നുകൂടെ കുറയാം, n-1 ഇൻറ്റു പിന്നെ n-2 ഇൻറ്റു അങ്ങനെ പോയി ലാസ്റ്റ് 3 ഇൻറ്റു പിന്നെ ഒന്നുകൂടെ കുറയും 2 ഇൻറ്റു 1. രണ്ടും ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിളാണ്. അപ്പോൾ മക്കളെ ഒന്ന് എഴുതിക്കോളൂ ഫാക്ടോറിയൽ. അപ്പോൾ എഴുതിക്കോളൂ ഫാക്ടോറിയൽ നൊട്ടേഷൻ. ദ നൊട്ടേഷൻ n ഫാക്ടോറിയൽ റെപ്രസെൻറ്റ്സ് ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന് മാത്രമാണ് ഇത് ഡിഫൈൻഡ് ആയിട്ടുള്ളത്. നെഗറ്റീവ് നമ്പേഴ്സിന് ഫാക്ടോറിയൽ ഡിഫൈൻഡ് അല്ല, അതിൽ ഫ്രാക്ഷൻസിന് ഫാക്ടോറിയൽ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് 1 into 2 into 2 into 3 into etc. into n-1 into n is denoted as n factorial. And we read the symbol as n factorial. Thus 1 into 2 into 3 into 4 into etc. n-1 into n is equal to n factorial. തിരിച്ചും നമുക്കൊന്ന് എഴുതിയേക്കാം. സോ n factorial ഇത് ആദ്യം എഴുതുക, അതിനുശേഷം തിരിച്ചെഴുതാം. n into n-1 into n-2 into etc. into ലാസ്റ്റ് 3 into 2 into 1. ഓക്കെ, നമ്മൾ ഈ ഡോട്ട് ഇടുമ്പോൾ ഇൻറ്റു എന്നുള്ള മീനിങ്ങിലാണ്. ദെൻ റൈറ്റ് ആസ് എ നോട്ട്. നോട്ട് നമ്പർ 1. ഇവിടെ നമുക്കറിയാം ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഈ n ഫാക്ടോറിയലിനെ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ n into n-1 into ഇപ്പോൾ ഇത് എടുക്കുവാണെങ്കിൽ ഇത്രയും മാത്രം വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാൻ സാധിക്കും? വേണമെങ്കിൽ അത്രയും ഭാഗത്തിന് മാത്രം നമുക്ക് n-1 ഫാക്ടോറിയൽ എന്ന് എഴുതാം അല്ലേ. ഇപ്പം നമ്മൾ 10 ഫാക്ടോറിയൽ എഴുതണമെങ്കിൽ 10 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10 into 9 into 8 into 7 into ഇങ്ങനെ പോയിട്ട് 3 2 1 വരും. ഇതിന് നമുക്ക് 10 into 9 ഫാക്ടോറിയൽ എന്ന് വേണമെങ്കിൽ എഴുതാം. 10 into 9 ഫാക്ടോറിയൽ. കാരണം ഇത് 10 മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളത് മുഴുവൻ അങ്ങനെ എഴുതാം. ഇതിന് വേണമെങ്കിൽ നമുക്ക് 10 into 9 into 8 ഫാക്ടോറിയൽ എഴുതാം. അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു മീനിങ് ആണ് നമ്മളിവിടെ ഉദ്ദേശിച്ചത്. 10 into 10ൽ നിന്ന് 1 കുറച്ച് 9. സോ ദറ്റ് ഈസ് n into n-1 ഫാക്ടോറിയൽ. നമുക്ക് വേണമെങ്കിൽ ഇതിനെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാം. n into n-1 into n-2 ഫാക്ടോറിയൽ. അതിനെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. സോ n ഫാക്ടോറിയൽ നമുക്ക് അത്തരത്തിലും വേണമെങ്കിൽ എഴുതാവുന്നതാണ്. ഓക്കെ. ദെൻ നോട്ട് നമ്പർ 2. The factorial is defined only for positive numbers. Positive numbers. Factorial is defined only for
നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാലും മതി, നെഗറ്റീവ് നമ്പേഴ്സിന് ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. നാച്ചുറൽ നമ്പേഴ്സ് ഓർ പോസിറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ്. പോസിറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയേണ്ട ആവശ്യമില്ല. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ പിന്നെ പോസിറ്റീവ് ആണല്ലോ. 1 2 3 4 എക്സെട്ര പോകുന്ന നമ്പേഴ്സിന് മാത്രമേ ഉള്ളൂ ഫാക്ടോറിയൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. ദാറ്റ് ഈസ് നോട്ട് നമ്പർ 2. Then note number 3, 0 factorial that is equal to 1 എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതൊരു പോസ്റ്റുലേറ്റ് ആണ്. അത് പറയുന്നത് 0 factorial is defined as 1. എങ്ങനെയാണ് എന്ന് ചോദിച്ചാലും അതിന് ഉത്തരമില്ല. 0 factorial is equal to 1. That is the definition. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്തൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9, evaluate 5 factorial, second one 7 factorial, third one 7 factorial minus 5 factorial. നമുക്ക് ഓർമ്മയോടെ ചെയ്തേക്കാം. ഫോർത്ത് വൺ 7 factorial plus 5 factorial, fifth one 7 factorial into 5 factorial, and sixth one 7 factorial by 5 factorial. നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകതകളൊന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തതിലേക്ക് പോകാം. ഒന്നാമതെന്ന് പറഞ്ഞാൽ 5 factorial ആണല്ലോ. 5 factorial എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 5 into 4 into 3 into 2 into 1 ആണ് അല്ലേ. 5 into 4 20 ആണ്, 20 into 3 60 ആണ്, 60 into 2 120 ആണ്, 120 into 1 എന്ന് പറഞ്ഞാൽ ആൻസർ ഈസ് 120 തന്നെ വരും അല്ലേ. ദെൻ സെക്കൻഡ് വൺ ദാറ്റ് ഈസ് 7 factorial ആണ്. 7 factorial നമുക്ക് 7 into 6 into 5 into 4 into 3 into 2 into 1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 7 into 6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 42 ആണ്. ഇൻറ്റു ഇത് നമ്മളിപ്പോൾ ഓൾറെഡി നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ, ഇത് 5 factorial ആണ് അല്ലേ. ദാറ്റ് ഈസ് 42 into 120 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ആൻസർ വരുമ്പോൾ 5040 എന്ന് വരും. ജസ്റ്റ് നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതിയാവും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വരുന്നത് ഏതാണ്? 7 factorial minus 5 factorial എന്നാണ് അല്ലേ. 7 factorial എന്ന് വെച്ചാൽ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് 5040 മൈനസ് 5 factorial എന്ന് പറഞ്ഞാൽ 120 ആണ്. ദാറ്റ് ഈസ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 2 2 4 1 1 9 then 4920 അല്ലേ. അപ്പോൾ നമുക്ക് ഇത് 7 factorial minus 5 factorial എന്ന് ഉള്ളതിനെ നമുക്ക് 2 factorial എഴുതാൻ പറ്റുമോ? 2 factorial എന്ന് വെച്ചാൽ എത്രയാ മക്കളെ? 7 factorial minus 5 factorial is 2 factorial എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഈ ആൻസർ ശരിയാകണ്ടേ? 2 factorial എന്ന് വെച്ചാൽ എത്രയാ? 1 into 2 അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു 2 അല്ലേ. അപ്പോൾ ഇത് രണ്ട് സെയിം ആണോ? അല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. 7 factorial minus 5 factorial is not equal to 2 factorial. 2 എന്ന് പറഞ്ഞാൽ 7ൽ നിന്ന് 5 കുറച്ചപ്പോൾ കിട്ടി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അങ്ങനെ എഴുതിയത്. മനസ്സിലാക്കാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഫോർത്ത് വൺ ഈസ് 7 factorial plus 5 factorial അല്ലേ. 7 factorial ഇപ്പോൾ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് 5040 പ്ലസ് 120 എന്ന് പറഞ്ഞാൽ നമുക്ക് 5160 എന്ന് വരും അല്ലേ. 0 plus 0 2 plus 4 6 1 5 5160. ഈ 5160 എന്ന് പറയുന്നത് 7 factorial കഴിഞ്ഞുള്ള തൊട്ടടുത്തുള്ള നമ്പറാണ്. ആൻഡ് ദാറ്റ് ഈസ് നാച്ചുറലി ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു വാട്ട് 12 factorial അല്ലേ. അപ്പോൾ നമുക്ക് സാധാരണ ചെയ്യുന്ന ഓപ്പറേഷൻസ് പോലെ തന്നെ ഇതിനെ ചെയ്യാൻ പറ്റില്ല. 7 factorial plus 5 factorial കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 7 factorial കാണണം, 5 factorial കാണണം, എന്നിട്ട് നമുക്ക് കൂട്ടാം. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്കതിനെ വേണമെങ്കിൽ വേറെ തരത്തിൽ ചെയ്യാം. അതായത് ഇതിനെ ഈ 7 factorial into 5 plus 5 factorial നമുക്ക് 7 factorial 7 into 6 into 5 factorial എഴുതാം, പ്ലസ് 5 factorial എഴുതാം. ഇനി ഇതിനകത്ത് രണ്ടിനകത്തും ഈ 5 factorial കോമൺ ആയതുകൊണ്ട് അത് നമുക്ക് വേണമെങ്കിൽ പുറത്തെടുക്കാം. 7 into 6 42, 42 plus 1 ഇവിടെ നിന്ന് 5 factorial പോന്നാൽ പിന്നെ 1 വരുമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് വരുമ്പോൾ നമുക്ക് 42 plus 1 is 43. മറ്റേ 5 factorial ഉണ്ട്. 5 factorial നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു 120 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ
ഇത് നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ആണ്. 36 3 48 3 51. അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. അത്തരത്തിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ദറ്റ്സ് നോട്ട് ഈക്വൽ ടു നമ്മൾ ന്യൂമറിക്കലി സാധാരണ നമ്പേഴ്സ് കൂട്ടുന്ന പോലെ കൂട്ടിയാൽ അതിന്റെ വാല്യൂ കിട്ടില്ല. ഓക്കെ മക്കളെ, മനസ്സിലായല്ലോ? നെക്സ്റ്റ് വൺ ഈസ് 7 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ. 7 ഫാക്ടോറിയൽ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 5040. 5 ഫാക്ടോറിയൽ 120 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വാല്യൂ എന്താണോ അതാണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ 2 0 വരും. 12 × 4 48 04 12 × 5 60. ഓക്കെ, സോ ദാറ്റ്സ് ദ വൺ. 48 15 ഓക്കെ. അപ്പോൾ ഈ വാല്യൂ ആണ് ഈ 7 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയലിൻ്റെ വാല്യൂ. നമുക്ക് ഈ 7ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ദറ്റ്സ് ഈക്വൽ ടു 35 ഫാക്ടോറിയൽ നമുക്ക് എഴുതാൻ പറ്റില്ല. ദറ്റ് ഇസ് നോട്ട് ഈക്വൽ. 7 × 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 7 × 5 ഫാക്ടോറിയൽ തന്നെയാണ്. അത് നമ്മൾ വാല്യൂ കൊടുത്ത് കണ്ടുപിടിച്ചേ പറ്റൂ. അപ്പം അത് വേറെ തരത്തിൽ നമ്മൾ ഈ 7ഉം 5ഉം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരുമിച്ച് ഫാക്ടോറിയൽ കൊടുത്താൽ കിട്ടില്ല. ഓക്കെ, now next one, that is 7 factorial divided by 5 factorial. ഇതിന് നമ്മൾ 7 ഫാക്ടോറിയൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ 5040 നമ്പർ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ 120. എന്നിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കറിയാം ഇത് കട്ടായി പോകും. 12 4 48 24 42. സോ ആൻസർ ഈസ് 42 എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ നമുക്ക് വേറെ തരത്തിലും ചെയ്യാൻ വേണമെങ്കിൽ 7 ഫാക്ടോറിയൽ 7 × 6 × 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇതിനെ 5 ഫാക്ടോറിയൽ എഴുതാം. അതുപോലെ തന്നെ എന്നിട്ട് ഈ 5 ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ വെട്ടിക്കളയാം. അപ്പോഴും നമുക്ക് ഈ 7 ഈ വാല്യൂ തന്നെ കിട്ടുന്നതായിരിക്കും. അത്തരത്തിൽ നമുക്ക് വേണം ചെയ്യാം. പക്ഷെ അല്ലാതെ 7/5 എടുത്തിട്ട് ഒരുമിച്ച് നമുക്ക് ഒരു വാല്യൂ കൊടുത്താൽ കിട്ടില്ല. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്ത് മനസ്സിലായല്ലോ മക്കളെ? അപ്പോൾ ഇത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ അല്ല ഫാക്ടോറിയൽ ചെയ്യുന്നത്. ഫാക്ടോറിയൽ വാല്യൂ കണ്ടുപിടിച്ചിട്ടാണ് സിംപ്ലിഫൈ എന്നുള്ള കാര്യം പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കും. ഓക്കെ, ഹിയർ ഈസ് അനദർ ക്വസ്റ്റ്യൻ. ഇഫ് 1/8 ഫാക്ടോറിയൽ പ്ലസ് 1/9 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു x/10 ഫാക്ടോറിയൽ, then find x. ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. സോ നമുക്ക് ദറ്റ് ഇംപ്ലൈസ് ഈ ക്വസ്റ്റ്യൻ എടുക്കാം. 1/8 ഫാക്ടോറിയൽ പ്ലസ് ഈ 1/9 ഫാക്ടോറിയൽ നമുക്ക് വേണമെങ്കിൽ 1/9 × 8 ഫാക്ടോറിയൽ എഴുതാമല്ലോ. ഈക്വൽ ടു x ഡിവൈഡഡ് ബൈ 10 ഫാക്ടോറിയൽ നമുക്ക് വേണമെങ്കിൽ 10 × 9 × 8 ഫാക്ടോറിയൽ എന്നും എഴുതാം. ശരിയല്ലേ? ഇനി ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഇതിനകത്ത് നിന്ന് ഈ 1/8 ഫാക്ടോറിയൽ എന്നുള്ളത് കോമൺ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയുണ്ട്, ഇവിടെയും. നമുക്ക് പുറത്തെടുക്കുവാണെങ്കിൽ പിന്നെ ഇവിടെ 1 ഉണ്ടാവും, ഇവിടെ 1/9 ഉണ്ടാവും. റൈറ്റ്? ഇസ് ഈക്വൽ ടു x/10 × 9 തൽക്കാലത്തേക്ക് നമുക്ക് അത് അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, സോ ദാറ്റ് ഇംപ്ലൈസ് 1/8 ഫാക്ടോറിയൽ നമുക്ക് ക്രോസ് ചെയ്യാം. 9 + 1 that is 10. 9 × 1 9 + 1 10. 10/9 is equal to x/10 × 9 × 8 ഫാക്ടോറിയൽ. ഇവിടെ നമുക്ക് ഈ 8 ഫാക്ടോറിയലും 8 ഫാക്ടോറിയലും വെട്ടിക്കളയാം. ഈ 9ഉം 9ഉം കൂടെ ക്യാൻസൽ ആയിരിക്കും. പിന്നെ നമുക്ക് കിട്ടുന്നത് എന്താണ്? 10 is equal to x/10 എന്ന് വരും. That means x is equal to 10 × 10, that's equal to 100. That's the value. Simple question അല്ലേ? മനസ്സിലായോ? പക്ഷെ അത് ഇത്തരത്തിൽ നമ്മൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്കത് സിമ്പിൾ ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഇവാലുവേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഹിയർ ഈസ് അനദർ ക്വസ്റ്റ്യൻ. ഇഫ് 1/similar one as of the previous one, 1/6 factorial plus 1/7 factorial is equal to x/8 factorial. Then find x. So നമുക്ക് നേരത്തെ പോലെ തന്നെ ചെയ്യാം. 1/6 factorial plus 1/7 factorial can be written as 7 × 6 factorial is equal to
x by 8 factorial can be written as 8 into 7 into 6 factorial, right? Now 1 by 6 factorial is a common term, so we can take it out. What is left there? That is 1 plus 1 by 7 is equal to x by 8 into 7 into 6 factorial. That is equal to, that implies 1 by 6 factorial into, as in the previous case, let us simplify this. 7 into 1, 7, 7 plus 1, 8. 8 divided by 7 is equal to x by 8 into 7 into 6 factorial. 6 factorial cut out, 7 cut out. So, നമുക്ക് മിച്ചം വരുന്നത് 8 is equal to x by 8 എന്ന് വരും. That means x is equal to 8 into 8, 64. Okay, മക്കളെ, മനസ്സിലായല്ലോ? Here is the next question. Compute 8 factorial by 6 factorial into 2 factorial. Simple question ആണ്. നമുക്കിത് വേണമെങ്കിൽ ഫാക്ടോറിയലിന്റെ വാല്യൂ ഒക്കെ ഇട്ട് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. പക്ഷെ അതിലും എളുപ്പം നമുക്ക് 8 factorial by 6 factorial into 2 factorial. 8 factorial നമുക്ക് 8 into 7 into 6 factorial എന്ന് എഴുതാം. അങ്ങനെ എഴുതാനുള്ള കാരണം താഴെ ഒരു 6 factorial ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ 6 factorial എന്ന് എഴുതി നിർത്തിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ 6 factorial into 2 factorial. നമുക്ക് ഇതിനെ രണ്ടിനെയും ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ നമുക്ക് 8 into 7, അത് 8 into 7 തന്നെ എഴുതിയേക്കാം. താഴെ ഡിവൈഡഡ് ബൈ 2 factorial is nothing but 1 into 2. ഇത് ക്യാൻസൽ ചെയ്യാമല്ലോ, 4. So answer is 4 into 7, that is 20. Simple അല്ലേ? മനസ്സിലായ മക്കളെ? Yes. Here is another question. Evaluate n factorial by n minus r factorial. ഇതൊരു വെറും ഒരു റെപ്രസെന്റേഷൻ അല്ല, നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത ചില ഫോർമുലകളൊക്കെ ഇനി വരുന്നുണ്ട്. Anyway, for the time being, let us just evaluate the value. Where n is equal to 6, r is equal to 2. This is the first case. Second case, m is equal to 9 and r is equal to 5. So, രണ്ട് കേസുകളായിട്ടാണ് നമ്മൾ ഇതിനെ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് എടുക്കാം. ഫസ്റ്റ് കേസ് നമ്പർ 1. n equal to 6 and r is equal to 2. We have to find n factorial by n minus r factorial, right? That's equal to 6 factorial by 6 minus 2 factorial. So that's equal to 6 factorial divided by 6 minus 2 is 4, so 4 factorial. That can be simplified like this: 6 times 5 times 4 factorial divided by 4 factorial, right? It cancel, giving back 6 times 5 is equal to 30. So that's the first value. Okay. Now, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ചെയ്യാം. n is equal to 9, r is equal to 5. നമുക്ക് അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. Second case, that is n is equal to 9 and r is equal to 5. We have to find n factorial by n minus r factorial. That's equal to 9 factorial divided by 9 minus 5 factorial. And that's equal to 9 factorial over 9 minus 5 is 4 factorial. Okay. That can be simplified like this. 9 factorial is 9 into 8 into 7 into 6 into 5 into 4 factorial divided by 4 factorial. നമ്മൾ ഈ 4 factorial നിർത്താനുള്ള കാരണം താഴെ നമുക്ക് 4 factorial ഉള്ളത് കൊണ്ടാണ്. So that they will get cancelled, giving back 9 into 8, 72. 72 into 7 into 6 into 5. 5 into 6, 30. 30 into 7, 210. Okay. ഇത് മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്നതായിരിക്കും നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 15120 15 ഇവിടെയുണ്ട്, മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. 15120 വരും. സോ ദാറ്റ്സ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കെയർഫുൾ ആയിട്ടൊന്ന് ചെയ്താൽ മാത്രം മതിയാവും. നമ്മൾ ഇതേമാതിരിയുള്ള കൂടുതൽ സാധനങ്ങൾ നമുക്ക് ഇനി വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് കൂടുതൽ നിങ്ങൾ ഇതുമായിട്ടൊന്ന് യൂസ് ടു ആയിക്കോളും.
ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ഈ ടൈപ്പിലുള്ള സാധനങ്ങൾ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ? ഓക്കെ, ഹിയർ ഇസ് ദി നെക്സ്റ്റ് വൺ, എ സിമിലർ വൺ. Evaluate n factorial by r factorial into n minus r factorial when n is equal to 5 and r is equal to 2. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നിൻ്റെയും വാല്യൂ ഇങ്ങോട്ട് കൊടുത്താൽ മതി. നമുക്ക് വേണ്ടത് n factorial by r factorial into n minus r factorial ആണ്. That's equal to n is equal to 5 factorial. So 5 factorial by 2 factorial into it's 5 minus 2 factorial. Okay, so that's equal to 5 factorial divided by 2 factorial into 5 minus 2 is 3, so it is 3 factorial. So that can be simplified like this. 5 factorial നമുക്ക് 5 into 4 into 3 factorial എന്ന് എഴുതാം, divided by 2 factorial into 3 factorial. 3 factorial കട്ട് ചെയ്യാം. So it is 5 into 4 20 divided by 1 into 2, so it is 2, that's equal to 10. കണ്ടോ, സിമ്പിൾ അല്ലേ? അപ്പോൾ ഫാക്ടോറിയൽ എന്നുള്ള നൊട്ടേഷൻ എന്ന് പഠിക്കുക, അത് അതിൻ്റെ മീനിങ് എന്ന് പഠിക്കുക, അത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഉദ്ദേശിച്ചുള്ളൂ. ഇതൊക്കെ നമ്മളുടെ ഈ ചാപ്റ്ററിലേക്കുള്ള വേണ്ട ചില ബേസിക് ആയിട്ടുള്ള ചില ഐഡിയാസ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ചാപ്റ്ററിൻ്റെ പേര് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആണ്. ഇനി നമ്മൾ അതിൻ്റെ ഒരു ഡെഫിനിഷനിലേക്ക് പോവുകയാണ്. ഈ രണ്ട് വാക്ക് നിങ്ങൾ പരിചിതമില്ലാത്ത രണ്ട് വാക്കുകളാണ്. അപ്പം അത് പഠിക്കണമെങ്കിൽ ചില ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ വേണം. അതുമായിട്ട് ബന്ധപ്പെട്ട ആ ബേസിക് റിക്വയർമെൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഡെഫിനേഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെർമ്യൂട്ടേഷൻ്റെ ഡെഫിനേഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെയായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. വളരെ രസകരമായ എന്നാൽ എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഒക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഏരിയ ആണെന്നുള്ള കാര്യം കൂടി ഓർമ്മയിലിരിക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും എത്താം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.